സന്ദീപിന് ഞാൻ പൈസ തരാം, പക്ഷേ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമായിരിക്കും, പക്ഷേ അതൊരു സ്ട്രഗിളാണ്. അതിൻ്റെ പേരാണ് സ്ട്രഗിൾ. എന്നെ സംബന്ധിച്ച് ഇത് സ്ട്രഗിളല്ല. ശരിക്കും ചെന്നൈയിൽ പിറന്ന് കേരളത്തിൽ നിന്ന് വളർന്ന് പാൻ ഇന്ത്യയിലേക്ക് വളരാൻ ശ്രമിക്കുന്ന ഒരു ബ്രാൻഡാണ് എംപ്യൂർ എന്നുള്ളത്. കിക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എനിക്കറിയേണ്ട ഒരു കാര്യം, ഇത്രയും നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇതൊരു കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ളൊരു സംരംഭം അല്ലായിരുന്നു, ഇപ്പോഴും അല്ല. പക്ഷേ ഇത്രയും വലിയൊരു സംഭവത്തെ ഒറ്റയ്ക്ക് തലയെ കൊണ്ട് നടക്കുക ഇപ്പോഴാണ്. കുറച്ച് നാൾ മുമ്പ് 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അതിന് ഒറ്റയ്ക്ക് വഹിക്കുമ്പോൾ ഉള്ളൊരു പ്രഷറുണ്ട്. ആളുകളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണേലും സമൂഹത്തിൽ നിന്നൊക്കെ ഒരു പ്രഷർ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ ഹാൻഡിൽ ചെയ്ത് ഒരു എൻ്റർപ്രണർ എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്താൻ പറ്റിയ ഒരു മനുഷ്യനെ? ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുക. ഇപ്പം സന്ദീപിന് ഞാൻ പൈസ തരാം, പക്ഷേ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുമായിരിക്കും, പക്ഷേ അതൊരു സ്ട്രഗിളാണ്. അതിൻ്റെ പേരാണ് സ്ട്രഗിൾ. എന്നെ സംബന്ധിച്ച് ഇത് സ്ട്രഗിളല്ല. പബ്ലിക്ക് ചിലപ്പോൾ സ്ട്രഗിളായിട്ട് ഇതിനെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സോഫാർ ഇഷ്ടമുള്ള കാര്യത്തിലാണ്. ശരിക്കും നമ്മൾ ഡ്രീമിൽ ജീവിക്കുക എന്ന് പറഞ്ഞ ആ മൊമെൻറ്റുകളെ എൻജോയ് ചെയ്യുക, ഡ്രീമിൽ ജീവിക്കുക എന്നുള്ളത് ശരിക്കും ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് എനിക്ക് വാട്ട് ഐ ഫീൽ ഈസ് ലൈക്ക് ദാറ്റ്. മോസ്റ്റ്ലി ഓൺട്രപ്രണേഴ്സ് ഒരുപാട് പേര് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഓൺട്രപ്രണർഷിപ്പ് ഭയങ്കര സ്ട്രഗിളാണ് എന്നുള്ളത്. പക്ഷേ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ സ്ട്രഗിളാണ്. ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് എങ്ങനെ സ്ട്രഗിൾ ആവുക എന്നുള്ളത് എനിക്കറിയില്ല. മുതിർന്ന ഒരുപാട് പേര് ശരിക്കും ഞാൻ എൻ്റർപ്രണർഷിപ്പിക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ കേട്ട് തഴമ്പിച്ചൊരു കാര്യമാണത്. പക്ഷെ ഇഷ്ടമുള്ള കാര്യം എങ്ങനെ സ്ട്രഗിൾ ആവുന്നത് എനിക്കറിയില്ല. നമ്മൾ ആ പാർട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ആയിരിക്കും തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് അപ്പുറം എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവും എന്നുള്ളൊരു സാധനം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രാൻഡ് ഏത് രീതിയിലേക്ക് എത്തിക്കും എന്നുള്ളൊരു? ശരിക്കും ചെന്നൈയിൽ പിറന്ന് കേരളത്തിൽ നിന്ന് വളർന്ന് പാൻ ഇന്ത്യയിലേക്ക് വളരാൻ ശ്രമിക്കുന്ന ഒരു ബ്രാൻഡാണ് എംപ്യൂർ എന്നുള്ളത്. പറ്റുന്നത്ര ലോകത്തേക്ക് എവിടേക്കും ഇതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ എംപ്യൂർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഡ്രിങ്കാണ്. അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഡ്രിങ്കാണ്. നമ്മൾ പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റാണെന്നുണ്ടെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ പർപ്പസിനൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ കൺസ്യൂമേഴ്സിനെ ഹാപ്പിയും കൂടി ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് ഭയങ്കര കിക്കാണ്. കിക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഉപഭോക്താവ് നമുക്ക് പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് ഒരു പക്ഷേ സത്യമായിട്ടാണ് പറയുന്നത്. വെറുതെ ഒരാൾ പറയില്ലല്ലോ അപ്പം എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ പേരും ഭയങ്കര യൂണിക്കാണ്. എംപ്യൂർ എന്ന ബ്രാൻഡിന് ഇങ്ങനെ ഒരു പേര് എന്തുകൊണ്ട്? ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പേരായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ വെബ്സൈറ്റ് അവൈലബിൾ ആവണം, ട്രേഡ് മാർക്കിൽ രജിസ്റ്റേർഡ് ആവണം. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേരായിട്ട് പ്യുവർ ഇമോഷൻ എന്നുള്ളതാണ് ശരിക്കും എംപ്യൂർ എന്നുള്ളതിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നീട് ഇത് രജിസ്റ്റേർഡ് ആയി, അതേപോലെ വെബ്സൈറ്റ് അവൈലബിൾ ആയി. ഈ ഒരു എക്സൈറ്റ്മെന്റ് പരിപാടി ഉണ്ടല്ലോ, ഇത് മുന്നോട്ടുള്ള യാത്രയിലും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ്. കാരണം ബ്രോയോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു എന്താണ് ആ ഒരു വൈബ് കിട്ടും. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഉള്ളൊരു ചെയ്ത് വിജയിക്കണം എന്നുള്ള ഒരാളും ഇതൊക്കെ ചെയ്യണം ചിലപ്പോൾ വർക്കാവും എന്നുള്ള ആളും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ബ്രോയെ സംബന്ധിച്ച് എനിക്കിത് ആകെ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ബ്രോയുടെ കണ്ടാലും ഒരു വൈബിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സംഭവം അങ്ങനെ തന്നെ ആട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ മേജർ സെറ്റ് ബാക്സ് ഉണ്ടാകുന്നുണ്ട്, അതായത് ഒരു ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ പാർട്ണർഷിപ്പിൽ ചെറിയ ഇത് പോകുന്നു, ലോസിലേക്ക് വന്നു, ടോട്ടൽ ലോസിലേക്ക് വരുന്നു. അതിനുശേഷം റീബ്രാൻഡ് ചെയ്ത് പുതിയൊരു ഒറ്റയ്ക്ക് തന്നെ നടന്ന് കയറി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ എങ്ങനെ ശരിക്കും അതിജീവിച്ച് എങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായത്? ഇത് എംപ്യൂറിൻ്റെ 5ാമത്തെ വേർഷൻ പാക്കേജിംഗ് ആണ്. ദ സെയിം ടേസ്റ്റ്, പക്ഷേ 5ാമത്തെ വേർഷനാണ്. ഇതിൻ്റെ 1ാമത്തെ വേർഷനിൽ നിന്ന് 5ാമത്തെ വേർഷനിലേക്കുള്ള ദൂരമായിരുന്നു ശരിക്ക് ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളെ നിലവിലുള്ള എല്ലാ കോസ്റ്റും ശരിക്കും അതായിരുന്നു. 2022 ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് നിന്നതോടുകൂടി, ചൈനയിൽ നിന്നുള്ള ഡയറക്റ്റ് ഇമ്പോർട്ട് നിന്നതോടുകൂടി ഒരുപാട്
ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളെ ഇത് ഡയറക്റ്റ്ലി ബാധിച്ചു. ഒരുപാട് ജ്യൂസ് കമ്പനികൾ പ്ലാസ്റ്റിക്കിലുള്ള പ്രൈസ് ഹൈക്ക്, അതർ ഫുഡ് അഡിറ്റീവ്സുകളിലൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഹൈക്ക് ഒരുപാട് ജ്യൂസ് കമ്പനികളെ ശരിക്കും ക്ലോസ് ചെയ്യിപ്പിച്ചു. ഈ സമയത്ത് എംപ്യൂർ കേരളത്തിന് പുറത്തേക്കും സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആക്ച്വലി. അപ്പം പ്രൊഡക്റ്റിൻ്റെ സ്കെയിലബിലിറ്റിക്കും വേണ്ടിയിട്ട് കുറച്ചും കൂടെ റിസർച്ച്, കുറച്ചും കൂടെ പാക്കേജിങ്ങിലുള്ള മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി, കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്തു. മാർക്കറ്റിലും കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്താണ്ട് പ്രോസസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ്ഡായി. ഈ അപ്ഡേഷൻ, നിരന്തരമായിട്ടുള്ള ഈ അപ്ഡേഷൻസുകൾ കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റിനെ ഒരുപാട് ബാധിച്ചു. കമ്പനി ബാങ്ക്രപ്റ്റ് ആയി എന്ന് പറയാം ലിറ്ററലി. കാരണം 2 പ്രൊഡക്ഷൻ യൂണിറ്റ്, 10-60 സ്റ്റാഫ്, പിന്നെ ഈ പറഞ്ഞ കേരളത്തിന് പുറത്തുള്ള മാർക്കറ്റിനെ എല്ലാം ബാധിച്ചു. ഏകദേശം കഴിഞ്ഞ വർഷത്തോടു കൂടി ഈ കമ്പനി ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. നിലവിലുള്ള 2 പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എംപ്യൂറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ബിസിനസ്സുകളും ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. പാർട്ട്നേഴ്സ് ശരിക്കും എൻ്റെ 2 സ്ട്രെങ്ത്തുകളായിരുന്നു എൻ്റെ പാർട്ട്നേഴ്സ്. പല മിഡ് ലൈഫ് ക്രൈസിസ് കാരണവും പ്രഷർ കാരണമൊക്കെ ഇവർക്ക് തിരിച്ച് ജോലിക്ക് പോകേണ്ടി വന്നു. ഇവരെന്നോട് ജോലിക്ക് പോയതിന് ശേഷം ആസ് ഇറ്റ് ഈസ് അവരപ്പം ജോലി റിസൈൻ ചെയ്ത് നമ്മുടെ കൂടെ കൂടിയതായിരുന്നു. ഒരു ജോലി റിസൈൻ ചെയ്ത് എംപ്യൂറിൽ ജോയിൻ ചെയ്തവരായിരുന്നു. ആ VKCയിലായിരുന്നു. ആ ജോലിക്ക് ഒരു തിരിച്ചു കയറി. ശേഷം കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് നിലവിലുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായിട്ട് സംസാരിച്ച് ആ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മളെ എംപ്യൂറിൻ്റെ സ്റ്റാഫിനെ കൊണ്ടുപോയി മറ്റു പ്രൊഡക്ഷൻ യൂണിറ്റിൽ അത്യാവശ്യം വേണ്ടി വരുന്ന മെറ്റീരിയൽസും കൊണ്ടുപോയി പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് വഴിയാണ് ഇപ്പം എംപ്യൂർ മാർക്കറ്റിലെത്തുന്നത്. എംപ്യൂർ എന്ന ബ്രാൻഡ് ഫൗണ്ടറും എല്ലാമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇപ്പം ഈ ബ്രാൻഡ് ഉണ്ടാക്കുന്ന ഈ ഒരു ഉൽപ്പന്നം ഇത് ടേസ്റ്റ് ചെയ്യാൻ കൂടെ വേണമല്ലോ. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അർജുൻ റെഡ്ഡി ആകാനുള്ള ശ്രമത്തിൽ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ എംപ്യൂർ. നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി അങ്ങോട്ട് കേരളത്തിൽ ഇങ്ങനൊരു ബ്രാൻഡ് വളർന്നു വരട്ടെ, എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആവുന്ന ഒരു ബ്രാൻഡ് ആവട്ടെ, എല്ലാവർക്കും പ്രിയപ്പെട്ടതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താണെന്ന് കുടിച്ചു നോക്കുന്നില്ല, ഞാൻ മാത്രം കുടിച്ചാൽ മതിയോ? തണുപ്പ് കുറവാണ്. പറഞ്ഞാലേ നമുക്ക് കുടിക്കുമ്പോൾ അറിയാം മുഖത്തെന്ന് പറഞ്ഞാല്. ഇതൊരു എനിക്ക് പറയാം, ഞാൻ എറണാകുളത്ത് ആയതുകൊണ്ട് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളിവിടെ പോകുമ്പോൾ ഇപ്പം നമുക്കിത് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മന്തിക്കട. അവിടെയൊക്കെ ഈ ലോക്കൽ ഡ്രിങ്ക് എന്ന രീതിയിൽ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഫ്ലേവർ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ സാധനം മുന്തിരിയുടെ ഇതിനകത്ത് റിയൽ ഫ്രൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നോക്കട്ടെ. അത് നമുക്ക് കടിക്കാൻ കിട്ടും. അത് കുടിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ മുന്തിരിയോടെ കഴിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ടാണ് ഏറ്റവും ബേസ് സാധനം. അതങ്ങനെ തന്നെ കഴിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം ആ കാര്യത്തിൽ ഈ സാധനം ബർത്താണെന്നാണ് എൻ്റെ ഒരു, നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഒരു പ്രൈസിങ് ഇട്ടേക്കുന്നത് 20 ആണ്. അതെ 20 ആണ്. അഫോർഡബിലിറ്റിയിൽ ആവണം എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പം മാംഗോ ജ്യൂസ്, പേരക്ക പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ 2% 3% അല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സിന്തറ്റിക്കോ ആയിട്ടുള്ള ഫ്രൂട്ട് ഡ്രിങ്കുകളാണ് മാർക്കറ്റിലുള്ളത്. അവർക്ക് ഇതൊരു ഹെൽത്തിയർ ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. റീസെൻ്റ്ലി ഞങ്ങൾ എംപ്യൂറിൻ്റെ സാമ്പിൾസുകൾ പബ്ലിക്കിന് കൊടുത്തിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്കുകൾ ചോദിക്കാൻ തുടങ്ങി. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഫീഡ്ബാക്കുകളായിരുന്നു പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയത്. ശരിക്കും നമുക്കറിയാം ഒരു സാധാരണ ഒരു കൺസ്യൂമർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് നമുക്കുണ്ടാവും. പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയായിരുന്നു പബ്ലിക് പലരും നമ്മളോട് റിയാക്ട് ചെയ്തത്. പലരും ആദ്യമായിട്ട് കുടിക്കുകയാണ്. പലർക്കും ഈ രുചി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള രുചിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ട ചിലതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഒരു ചെറിയ പേജായിരുന്നു, ഒരു 300 ഫോളോവേഴ്സുള്ള ഒരു ചെറിയ പേജിൽ നിന്ന് തന്നെ 4 ലക്ഷം 5 ലക്ഷം ഉള്ള
വീഡിയോകളിലെ ഫോളോവേഴ്സ് അല്ല 4 ലക്ഷം വീഡിയോ വ്യൂകൾ ചെറിയ ഒരു 300 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ വീഡിയോസിന് ഭയങ്കരമായിട്ടുള്ള വൈറാലിറ്റി കിട്ടി, വീഡിയോസിന് ഭയങ്കരമായിട്ടുള്ള റീച്ച് കിട്ടി, പബ്ലിക്കിന് പല റിവ്യൂസും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ പലരും എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എവിടെയാണ് അവൈലബിൾ ഉള്ളത്, തൃശ്ശൂർ എവിടെ ഉണ്ട്, കൊച്ചിയിൽ എവിടെ ഉണ്ട് എന്നുള്ളത് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഞങ്ങളുടെ എംപ്യൂറിൻ്റെ ഓൺലൈൻ സൈറ്റ് വഴി ഇന്ത്യ മുഴുവൻ അവൈലബിൾ ആക്കാനുള്ള പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം മുതൽ എംപ്യൂർ ഇന്ത്യയിൽ എവിടെയും ഡെലിവറി കൊടുക്കാൻ പറ്റുന്ന പാക്കേജിങ് ലോഞ്ച് ചെയ്തു. ഇത് റെഫ്രിജറേറ്റർ പാക്കാണ്, 6 പീസ് അടങ്ങിയിട്ടുള്ള ഒറ്റ പാക്കാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് വീട്ടിൽ ഡെലിവറി എത്തിയാൽ തണുപ്പിച്ച് ആവശ്യാനുസരണം കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ എംപ്യൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉള്ളത്. ഇതാണ് നമ്മുടെ ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡിങ്ങിലൊക്കെ നമുക്ക് പാക്കേജിങ് ഫീൽ ചെയ്യും. ഹാപ്പിനെസ് ബോക്സ് ആണ് പാക്ക്, ഹാപ്പിനെസ് പാക്ക്. ബ്രാൻഡിങ്ങിലും ഉണ്ട് ഒരു ഹാപ്പി ഫേസ്. അപ്പം ഇങ്ങനെയാണ് ഇവരുടെ പരിപാടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എന്താണെങ്കിലും ഈ പരിപാടിയും ഈ സംരംഭവും വളരെ ഒരു മികച്ച വിജയത്തിലേക്ക് എത്തട്ടെ. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ബ്രാൻഡിൻ്റെ ഭാഗമായിട്ട് നമ്മളന്ന് കണ്ടതായിരുന്നു എന്ന് സംസാരിക്കാൻ എനിക്കും ഭാഗമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു ബ്രാൻഡായിട്ട് വരട്ടെ. കേരളം മൊത്തം, ഇന്ത്യ മൊത്തം, ലോകം മൊത്തം എംപ്യൂർ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ, കാണാം നമുക്ക്. ശരി.